കാലുവേദന അതുപോലെ മസിൽ പെയിൻ ഒക്കെ മാറാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മൾ വലിയ ആളുകൾക്ക് മാത്രമല്ല കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെയും കാലുവേദന ഒരു 9-10 വയസ്സ് മുതലൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ കാലിന് ഒരു വളർച്ചയുടെ എല്ലിൻ്റെ വളർച്ചയൊക്കെ ആവുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് മസിൽ പെയിനും കാലുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ കാല് ഉരുണ്ട് കയറുന്ന ആളുകൾ ഈ നമുക്ക് ഈ ഒരു ഞരമ്പൊക്കെ തടിച്ചിട്ട് ബ്ലഡൊക്കെ കെട്ടി നിന്നിട്ടുള്ള എൻ്റെ കാലുവേദനയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കാലുവേദന മാറാനൊക്കെ ആയിട്ടും ഇതുപോലെ നിങ്ങളൊന്ന് താള് ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കാലുവേദന ഒരാഴ്ച കൊണ്ട് കാലുവേദന മാറിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് കാൽസ്യം താള് അതുപോലെ ചീരത്താള് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു താളാണ്. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിലിങ്ങനെ വളർത്തിയെടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഈ കാണിച്ച രീതിയിൽ നിങ്ങൾ ഭക്ഷണത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ കാലുവേദനയൊക്കെ പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ടും മസിൽ പെയിന് കാലുരുണ്ട് കയറുന്ന അമ്മമാരൊക്കെയും അത് ഒരാഴ്ച കൊണ്ട് മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് കേട്ടോ. പിന്നെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചീരത്താള് നമുക്ക് മിക്കവരുടെയൊക്കെ വീടുകളിൽ ഉണ്ട് ഇപ്പോൾ. കാരണം മുൻപൊക്കെ ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എത്തിയിട്ട് ഇപ്പം എല്ലാ കേരളത്തിൽ മിക്ക വീടുകളിലൊക്കെ ഇപ്പോൾ ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കിഴങ്ങല്ല ഇതിന് കാണുന്നത്, ഇത് നമുക്ക് തൈ തന്നെ ഇതിൻ്റെ ചോട്ടിൽ മുളച്ചിട്ടാണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത്. അപ്പം ഇത് നിങ്ങൾ എവിടെ നിന്ന് കിട്ടുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളത് ഉണ്ടാക്കി ഭക്ഷണം എടുത്ത് ചെയ്ത് കഴിക്കണതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ എടുക്കുമ്പം ഒരു ചെറിയ രീതിയിൽ ഒരു ഒരു പൊടി പോലെ ഇതുണ്ട് കേട്ടോ. അത് ശരിക്കും കളഞ്ഞെടുത്തിട്ട് വേണം കേട്ടോ നമുക്കത് ഭക്ഷണത്തിൽ അത് പാകം ചെയ്ത് കഴിക്കാനായിട്ട്. കാരണം ഇതിൽ ഒരുപാട് കാൽസ്യറീസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗത്തുള്ള എൻ്റെ ഒരു പൊടിയൊക്കെ നിങ്ങളത് കഴുകിക്കളയണം. നമ്മൾ കാൽസ്യം ഗുളിക കഴിക്കുന്നതിന് പകരമായിട്ട് നമുക്കത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും അമ്മമാർക്ക് ഈ വെരിക്കോസ് വെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് കഴിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. കാൽസ്യം ഗുളികയൊക്കെ വാങ്ങി കഴിക്കുന്നവരൊക്കെ എത്ര നല്ല നമുക്ക് ഇതുപോലെ നിങ്ങളത് ഭക്ഷണത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മളിത് പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഞാനിപ്പം നിങ്ങളിത് ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് രാവിലെയൊക്കെ തന്നെ കൊടുക്കുന്നതെങ്കിൽ കാലുവേദന കാൽസ്യക്കുറവൊക്കെ ഉള്ള മക്കൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പ്രായമായ അമ്മമാർക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങളിത് പുട്ടുണ്ടാക്കിയെടുത്ത് നോക്ക്. ഞാനിപ്പോൾ ഇതുപോലെ 2 ഗ്ലാസ്സോളം വെള്ളം എടുത്തൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ 2 ഗ്ലാസ് വെള്ളത്തിന് അതേ 2 ഗ്ലാസ്സിൽ തന്നെ ഞാൻ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് പൊടി നനച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പണി വളരെ എളുപ്പമാണ്. കറിയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ പുട്ടുണ്ടാക്കിയെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ ഇത്. നന്നായിട്ട് ഇതുപോലെ ഒരു കയ്യിലെ ബാക്ക് വെച്ചത് ഇതുപോലെ ഒന്ന് കിള്ളിയെടുത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളവും പൊടിയും ഒക്കെ കറക്റ്റ് അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും. പുട്ടിനെ നനച്ചെടുക്കണ ഒരു പാടുമില്ല കേട്ടോ. അതുകൊണ്ടില്ലേ ഒരു 5 മിനിറ്റ് കൊണ്ട് പൊടി നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് പൊടി നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പുട്ടിൻ്റെ ഇത് ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചീരയുടെ കൂടെ മിക്സ് ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് കുറച്ച് സവാളയോ അല്ലെങ്കിൽ ചുവന്നുള്ളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ഒരു കുറച്ച് തേങ്ങ ചിരവി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1-1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കത് ഇതുപോലെ ഒരു കുറച്ച് വീതം നമുക്ക് ആ ഒരു ചീരയുടെ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ചീര നമ്മൾ തോരൻ വെക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ശരിക്കും അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഒരു ചായ മനസാടെ ഒരു ചീരയൊക്കെ ഉണ്ടല്ലോ, അത് കാൽസ്യം ചീര എന്നറിയപ്പെടുന്നതാണ്. അത് ശരിക്കും നമ്മൾ ആദ്യം തുറന്ന് വെച്ച ആവി വെളിയിലേക്ക് കളയുന്ന ഒരു ചീരയാണ്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അത് മൂടി വെച്ചിട്ട് വേണം ഇതിൻ്റെ ആവി പുറത്ത് പോകാത്ത രീതിയിൽ തന്നെ നിങ്ങളിത് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് നേരം ഇതിന് വേവുണ്ട് കേട്ടോ. കാരണം ഇത്തിരി വേവ് കൂടുതലുള്ള ഒന്നാണ്. അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു മുട്ട മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കാലുവേദന ഉള്ള കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ചീരയുടെ തോരൻ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ നിങ്ങൾ ഒരു മുട്ട കൂടി മിക്സ് ചെയ്ത് തോരൻ വയ്ക്കുവാണെങ്കിൽ ചീര കൂട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ രാവിലെ സ്കൂളിലൊക്കെ വേണമെങ്കിൽ ചോറിന് കൊടുത്തു വിടാനൊക്കെ ആയിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തോരൻ വെച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് പുട്ടിനുണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നമുക്ക് പുട്ട് ഒക്കെ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കാലുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്ക് രാവിലെ നിങ്ങളിത് ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് നിങ്ങളിതിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലുവേദനയൊക്കെ പമ്പ് എടുക്കും. അതുപോലെ തന്നെ കാല് മസിൽ പെയിന് കാലുരുണ്ടുകയറിലൊക്കെ ഉള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചീര ഉണ്ടാക്കി നിങ്ങളൊന്ന് കഴിച്ച് നോക്കട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് ഞാനിപ്പോൾ പുട്ടിന് ഞാൻ അവിടെ നനച്ച് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതുപോലെ ആ ഒരു പുട്ടിൻ്റെ ഒരു ഇത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ചീരയുടെ ഇത് കുറച്ച് നമ്മുടെ ഒരു പുട്ടുമേക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ
കുറച്ച് വാട്ടി വെച്ചേക്കുന്ന ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആവി ഏറ്റെടുത്താൽ മതി. നമ്മൾ ആ ഒരു മുട്ടയും അതുപോലെ ചീരയും ഒക്കെ കൂടെ കൂടിയിട്ട് വെന്ത് വന്നേക്കണതിൻ്റെ ഒരു ആവി കൂടി തട്ടി കഴിഞ്ഞപ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റും ആ ഒരു മണം രുചിയൊക്കെ പുട്ടിന് പിടിക്കും കേട്ടോ. അപ്പം ചീര കഴിക്കില്ലാത്ത കുട്ടികൾക്കും ആണെങ്കിൽ പോലും ഇതുപോലെ നിങ്ങൾ ചീര തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ വേറെ പുട്ടിനൊന്നും കറിയുടെ ആവശ്യമില്ല, കുട്ടികൾ കഴിച്ചോളും. വളരെ ഹെൽത്തി ആയിട്ടുള്ള പുട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ മസിൽ പെയിനും കാലൂറിൻ്റെ ഒക്കെ ഉള്ള അമ്മമാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്ക്. വളരെ നല്ലതാണ്. ഒരാഴ്ച കൊണ്ട് പെയിനൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാണാം. നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആണെങ്കിലും ചാനൽ ഫോളോ കുറിച്ച് ചോദിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ള അമ്മമാരെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ടെങ്കിൽ കാണാം.